ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച ഒരു കൊഞ്ച് തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ കൊഞ്ചൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമായി തന്നെ നമ്മൾ തീയലിന് വേണ്ട തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ ചിരകിയത്, 2-3 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു 5-6 കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞത്, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുക്കുന്നതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്കൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ നമ്മുടെ തേങ്ങ വറുത്തെടുക്കാൻ. അതുപോലെ തന്നെ തീയലിന് എപ്പോഴും നല്ലത് ഉണക്കത്തേങ്ങയാണ്. തേങ്ങ വറക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാമെങ്കിൽ ഒരുപോലെ തന്നെ നമ്മുടെ തേങ്ങയെല്ലാം മൂത്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഏകദേശം ചെറുതായിട്ടൊന്ന് നമ്മുടെ തേങ്ങ വാടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങ തന്നെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ. എങ്കിലേ നമ്മുടെ തേങ്ങയ്ക്ക് ആ ഒരു ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ ദാണ്ട ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായി മൂത്ത് നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ ഷെയ്ഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ തീയലിന് ആവശ്യമായ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മുരിങ്ങയ്ക്ക, 4-5 പച്ചമുളക്, തക്കാളി, ഒരു കിഴങ്ങ് കഷ്ണങ്ങളായി മുറിച്ചത്, കറിവേപ്പില, കൊച്ചുള്ളി. തീയലിന് എപ്പോഴും കൊച്ചുള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായി അടുപ്പിലേക്ക് ഒരു തവ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തവയൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല പൊട്ട് മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ ആദ്യമേ ചേർത്ത് കൊടുത്താൽ മുരിങ്ങയ്ക്ക എല്ലാം വാടി അങ്ങ് കലങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയത്തിന് ശേഷം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തത്. മുരിങ്ങയ്ക്ക ഇട്ടതിൻ്റെ കൂടെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയൊരു തക്കാളിയും ഒരു ചെറിയ തക്കാളിയുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ചും മുരിങ്ങയ്ക്കായും എല്ലാം നന്നായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. കൊഞ്ചിലെ വെള്ളമൊക്കെ നന്നായി ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കൊഞ്ചിലെ വെള്ളമൊക്കെ പറ്റി നമ്മുടെ കഷ്ണങ്ങളും കൊഞ്ചും എല്ലാം നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ തേങ്ങ ദാണ്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതാണ് നമ്മുടെ തേങ്ങ അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളും അരപ്പും നന്നായി ഒന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തീയലിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പോരാത്തതിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ കിടന്ന് നമ്മുടെ തീയൽ നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തീയൽ നന്നായി ഒന്ന് കുറുകി നല്ല തിളയൊക്കെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീയലിന് പുളി വേണം, തക്കാളിയുടെ പുളി മാത്രം പോരാ എന്ന് തോന്നുവാണെങ്കിൽ പിഴുപുളി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ തക്കാളി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തീയൽ അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി തീയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തീയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തീയലാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി കാണും വരെ ബൈ ബൈ.